भूतेर्महद्भिर्य इमा पुरो विभुः निर्मायशेते यदमूषु पूरुष भुङ्क्ते गुणान् षोडश षोडशात्मका सोऽलं कृषीष्ट भगवान् वचांसि मे। ഭാഗവതത്തെ അറിയാൻ ഈ ഭാഗവതത്തിൽ അലിയാൻ, ഭാഗവതത്തെ അറിയാൻ ശ്രീമദ് ഭാഗവതത്തിൽ അലിയാൻ, ലക്ഷ്യമതും മാത്രം ഹരിയിൽ ഭക്തിയുണർത്തും സംഗീതം ഹരിനാമലഹരി സൗഭാഗ്യം. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ഗംഗാപതിയുടെ പുത്രൻ സുന്ദര ഗണനായകനോ തുണ ചെയ്യൂ. ഗംഗാപതിയുടെ പുത്രൻ സുന്ദര ഗണനായകനോ തുണ ചെയ്യൂ. വീണയിൽ സംഗീത സാഗരം തീർക്കുന്ന വാണീദേവിയും കാക്കേണേ എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. ഹരേ ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. കണ്ഠം തന്നിൽ ഗാനം നിറയാൻ കണ്ണാ നീ താൻ തുണയേകു. എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ആദ്യത്തെ ഗുരുവായൂരന്റെ അച്ഛനുപാദ നമസ്കാരം. ആദ്യത്തെ ഗുരുവായൂരനുടെ അച്ഛനുപാദ നമസ്കാരം. അമ്മിഞ്ഞപ്പാൽ മധുരം നൽകിയ അമ്മേ നീ വരമേകേണേ. എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ
അലിയാ. ശ്രീഹരി തന്നുടെ കഥകൾ നിറയും ശ്രീമദ് ഭാഗവത സ്മൃതിയിൽ. ശ്രീഹരി തന്നുടെ കഥകൾ നിറയും ശ്രീമദ് ഭാഗവത സ്മൃതിയിൽ. ശ്രീകൃഷ്ണാനിൻ കീർത്തനമലരുകൾ ശ്രീപാദത്തിൽ അർച്ചിക്കാം. എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ അറിയാൻ, ഭാഗവതത്തിൽ അലിയാൻ. ലക്ഷ്യമതൊന്നു മാത്രം ഹരിയിൽ ലഹരിയുണർത്തും സംഗീതം. ഭക്തിയുണർത്തും സാഫല്യം. ഭക്തിയുണർത്തും സൗഭാഗ്യം. ഭാഗവതത്തെ അറിയാൻ, ഭാഗവതത്തിൽ അലിയാൻ. ഭാഗവതത്തിൽ അലിയാൻ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. മൂകം കരോതി വാചാലം പങ്കും ലംഘയത്തെ ഗിരിം. യൽകൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. മൂകനെ ഗായകനാക്കുന്ന, മുളയെ മുരളികയാക്കുന്ന, മുടന്തനെ മലകയറ്റുന്ന ആ കാരുണ്യസ്വരൂപനെ അനുസ്മരിച്ചും കൊണ്ട് ശ്രീമദ് ഭാഗവതം അറിയാനലിയാൻ എന്ന അക്ഷരപൂജ ഇന്ന് ഭഗവത്പാദങ്ങളിൽ നമ്മൾ സമർപ്പിക്കുകയാണ്. ഇന്ന് 783 ദിവസം, ഏകാദശ സ്കന്ധത്തിൽ 8-ാമത്തെ അധ്യായത്തിൽ 24 ഗുരുക്കന്മാർ എന്ന ആ വിഷയത്തിൽ ദത്താത്രേയ ഗീതയിൽ ഭഗവാൻ ഉദ്ധവന് നൽകുന്ന ഉപദേശത്തിൽ 15-ാമത്തെ ശ്ലോകം മുതലാണ് നമ്മൾ കേൾക്കുന്നത്. ഇന്നലെ ഈ 24 ഗുരുക്കന്മാരിൽ 8-ാമത്തെ അധ്യായത്തിലെ ഗുരുനാഥന്മാരെ പറഞ്ഞപ്പോൾ ആദ്യത്തെ ദിവസം പെരുമ്പാമ്പിനെ കുറിച്ച് പറഞ്ഞു. പിന്നീട് ഇപ്പതാ സമുദ്രം, ഇയാമ്പാറ്റ, വണ്ട്, ആന എന്നീ 4 പേരെയാണ് നമ്മൾ ഇന്നലെ അനുസ്മരിച്ചത്. ഇന്ന് പറയണു ന ദേയം നോപഭോഗ്യം ചാലുബ്ധേറിയ ദുഃഖസഞ്ചിതം ഭുങ്ക്തേ തദപി തച്ചാന്യോ മധുഹേവാർത്ഥവിൻ മധു. ലുബ്ധൈ ന ദേയം, ലുബ്ധന്മാരാൽ കൊടുക്കാതെയും, ന ഉപഭോഗ്യം അനുഭവിക്കാതെയും, യത് യാതൊന്ന് ഉണ്ടോ, ദുഃഖസഞ്ചിതം കഷ്ടപ്പെട്ട് സമ്പാദിക്കപ്പെടുന്നുവോ, അതിനെ അന്യഹ മറ്റൊരുത്തൻ, അർദ്ധവിത്ത് ലക്ഷണം കൊണ്ടറിയുന്ന, മധുഹ തേനെടുക്കുന്നവൻ, മധു ഇവ തേനെന്നതുപോലെ ഭുങ്ക്തേ അനുഭവിക്കുന്നു. ആർക്കും കൊടുക്കാതെയും താൻ അനുഭവിക്കാതെയും ലുബ്ധൻ സൂക്ഷിച്ചു വെക്കുന്ന ധനം വേറൊരാള് അപഹരിക്കണു അല്ലെങ്കിൽ അനുഭവിക്കണു. ഏതുപോലെ എന്നാ പറഞ്ഞത്? തേനെടുക്കുന്ന പുരുഷനിൽ നിന്നാണത് പഠിച്ചത്. എങ്ങനെയാത്? തേനീച്ചകൾ മരങ്ങളുടെ ദ്വാരത്തിൽ തേൻ കൊണ്ടുവന്ന് വെച്ച് സൂക്ഷിക്കണു. ലക്ഷണങ്ങൾ കൊണ്ട് ഇന്ന ദിക്കിൽ തേനുണ്ട് എന്ന് മനസ്സിലാക്കുന്ന ഈ തേനെടുക്കുന്ന ആള് ആ തേൻ എടുത്ത് അനുഭവിക്കണു. തേൻ കൊണ്ടുവന്ന് വെച്ച തേനീച്ചകൾക്ക് അത് അനുഭവിക്കാൻ സാധിക്കുന്നില്ല. ലുബ്ധന്റെ ധനം ഇതേപോലെയാണ്, അന്യൻ എടുത്ത് അനുഭവിക്കും.
എന്ന് കാണിക്കുന്നു. ഇത് തന്നെ വളരെ വിശദമായി ഇനി ഏകാദശ സ്കന്ധത്തിന്റെ 23-ാമത്തെ അധ്യായത്തിൽ ഭിക്ഷുഗീതയായിട്ട് നമ്മൾ കേൾക്കുന്നുണ്ട്. എല്ലാം നശിക്കുന്ന ഒരാൾ, എല്ലാം ഉണ്ടായിട്ടും അത് ധർമ്മോപായം എന്ന രീതിയിൽ ഉപയോഗിക്കാതിരുന്ന ഒരാളുടെ അവസ്ഥ. ഏതായാലും ഇവിടെ പറയുകയാണ്, സുദുഃഖോപാർജിതൈവിത്തൈരാശാസാനാം ഗൃഹാശിഷ മധുഹേവ അഗ്രതോ ഭുങ്ക്തേ യതിർവൈ ഗൃഹമേധിന. ഗൃഹാശിഷ ഗൃഹസ്ഥാശ്രമ സുഖങ്ങളെ ആശാസാനാം ഗൃഹമേധിനാം ആഗ്രഹിക്കുന്ന ഗൃഹസ്ഥാശ്രമികളുടെ സുദുഃഖോപാർജിതൈ വളരെ കഷ്ടപ്പെട്ട് സമ്പാദിക്കപ്പെട്ട വിത്തൈ ധനം, ആ ധനം കൊണ്ട് ഉണ്ടാക്കപ്പെടുന്ന പദാർത്ഥങ്ങൾ കൊണ്ട് മധുഹ മധു ഇവ തേനെടുക്കുന്നവൻ തേൻ എന്നതുപോലെ യതി അഗ്രത ഭുങ്ക്തേ ആ സന്യാസി മുമ്പിൽ ഭുജിക്കുന്നു എന്നുള്ളത് ഭുങ്ക്തേവൈ പ്രസിദ്ധമാണ് എന്നാണ്. തേനീച്ചകൾ തേൻ സമ്പാദിക്കുന്നു, തേനെടുക്കുന്നവൻ അതിനെ അനുഭവിക്കുന്നു. ഇതിന്ന് രണ്ട് കാര്യമാണ്. ഒന്ന്, അങ്ങനെ സൂക്ഷിച്ചു വെക്കുന്നത് നാശത്തിന് കാരണമാണെന്ന് പറഞ്ഞു. അതേപോലെ ഗൃഹസ്ഥാശ്രമികൾ വിഷയസുഖം ആഗ്രഹിച്ചുകൊണ്ട് സമ്പാദിക്കുന്ന ധനം ചിലവ് ചെയ്ത് തയ്യാറാക്കുന്ന ഭക്ഷണാദികളുടെ ഒരു ഭാഗം സന്യാസി സ്വീകരിക്കും, അല്ലെങ്കിൽ സന്യാസിക്ക് കൊടുക്കേണ്ടതാണ്. അതുകൊണ്ട് തന്നെ സന്യാസിക്ക് ഒരിക്കലും പ്രയത്നം ആവശ്യം വരില്ല. പ്രയത്നമില്ലാതെ സന്യാസിക്ക് ആഹാരം കിട്ടും. യതിശ്ച ബ്രഹ്മചാരീച പക്വാന്നസ്വാമിനാവുഭൗ തയോരന്നമദത്വാദോ ഭുക്ത്വ ചാന്ദ്രായണം ചരേൽ. പാകം ചെയ്ത ഭക്ഷണപദാർത്ഥത്തിന്റെ ആദ്യാവകാശികളാരാ? സന്യാസിയും ബ്രഹ്മചാരിയും എന്നാണ്. അവർക്ക് കൊടുക്കാതെ ഈ ഭക്ഷണം അനുഭവിച്ചാൽ അത് പാപം തീരാൻ വേണ്ടി ചന്ദ്രായണം എന്ന വ്രതം അനുഷ്ഠിക്കേണ്ടി വരും. അപ്പൊ അതുകൊണ്ട് സന്യാസി ഒരിക്കലും ഭക്ഷണത്തിനു വേണ്ടി കഷ്ടപ്പെടേണ്ടതില്ല എന്ന് ഈ തേനെടുക്കുന്ന ആളിൽ നിന്ന് ഞാൻ പഠിച്ചു. തേൻ ഉണ്ടാക്കുന്നത് തേനീച്ച, അനുഭവിക്കുന്നത് തേനീച്ചയെ പിടികൂടി ആ തേനെടുക്കുന്ന ആള് മധുഹ. ഇതേപോലെ ഗൃഹസ്ഥാശ്രമികൾ ഉണ്ടാക്കുന്ന ഭക്ഷണം സന്യാസിക്ക് കൂടി കിട്ടുന്നതാണ് എന്നുള്ളത് കൊണ്ട് സന്യാസി, യതി, യോഗി ഒരിക്കലും ഭക്ഷണത്തിന് വേണ്ടി അലയേണ്ടതില്ല എന്ന് ഞാൻ പഠിച്ചു. അടുത്തതായി അങ്ങനെ ആവരുത് എന്ന് ഞാൻ പഠിച്ചത് ഒരു മാനിൽ നിന്നാണ് എന്ന് പറയുന്നു. ഗ്രാമ്യഗീതം ന ശൃണുയാൽ യതിർവനചര ക്വചിൽ ശിക്ഷേത ഹരിണാത് ബദ്ധാത് മൃഗയോർഗീതമോഹിതാത് എന്ന് പറയുന്നു. വനചര യതി, വനത്തിൽ സഞ്ചരിക്കുന്ന, കാട്ടിൽ സഞ്ചരിക്കുന്ന സന്യാസി ക്വചിത്ത് എവിടെയെങ്കിലുമൊക്കെ ഇരുന്ന് ഗ്രാമ്യഗീതം ന ശൃണുയാൽ, ഗ്രാമ്യഗീതം എന്ന് പറഞ്ഞാൽ വികാരത്തിന് കാരണമായിരിക്കുന്ന പാട്ട് കേൾക്കരുത് എന്നാണ്. മൃഗയോ ഗീതമോഹിതാൽ, വേടന്റെ പാട്ടിൽ മോഹിക്കപ്പെട്ട് ബദ്ധാത് ഹരിണാത് ശിക്ഷേത, പിടിക്കപ്പെടുന്ന ആ മാനിൽ നിന്ന് നമ്മളിത് പഠിക്കണം എന്നാണ്. മാനിനെ പിടിക്കുന്ന വേടൻ നാലുപാടും വല വിരിക്കും. എന്നിട്ട് മനോഹരമായിട്ടുള്ള സംഗീതം, ഓടക്കുഴൽ നാദമോ എന്തെങ്കിലുമൊക്കെ അവിടെ ഉണ്ടാക്കും. ഈ ശബ്ദം കേട്ട് ചെവി വട്ടം പിടിച്ചു വരുന്ന മാൻ വലയിൽ കുടുങ്ങുന്നു, വേടൻ അതിനെ പിടിച്ചു തിന്നുന്നു. ഇതേപോലെ കാട്ടിലൂടെ സഞ്ചരിക്കുന്ന സന്യാസിമാര് ഗ്രാമത്തിൽ ഇരുന്ന ജനങ്ങളുടെ സംഗീതാദികൾ കേൾക്കരുത്, അത് വികാരത്തിന് കാരണമാണ് എന്നുള്ളത് കൊണ്ട്, അത് നാശത്തിന് കാരണമാണ്, നമ്മുടെ തപശക്തിയെ തകർക്കുന്നതാണ് എന്ന് മനസ്സിലാക്കി അതിനെ ഉപേക്ഷിക്കണം. ഒരിക്കലും ഗ്രാമ്യഗീതം ന ശൃണുയാൽ, ഇത്തരത്തിലുള്ള ഗീതം എന്നുള്ളത് പാട്ട് തന്നെയാണെങ്കിലും അതേപോലെയുള്ള വികാരങ്ങളെ ഉണർത്തുന്ന വാക്കുകൾ പറയുകയോ കേൾക്കുകയോ ഒന്നും ചെയ്യരുത്. കാരണം എപ്പോ വേണമെങ്കിലും നമ്മൾ ഭഗവാന്റെ മായയിൽ മോഹിതരായി ജിതേന്ദ്രിയരാണ് എന്ന് അഭിമാനിക്കുമ്പോഴും കണ്ണുകൊണ്ട് കാണാതിരിക്കുക, ചെവി കൊണ്ട് കേൾക്കാതിരിക്കുക, നാവ് കൊണ്ട് പറയാതിരിക്കുക, ഈ ഇന്ദ്രിയങ്ങളെ ഉണർത്തുന്ന വിഷയങ്ങൾ, മറിച്ച് എന്ത് വേണം, ഇന്ദ്രനും പോലും പൂജിക്കുന്ന ആ ഇന്ദിരാകാന്തനായിരിക്കുന്ന ഭഗവാന്റെ നാമങ്ങളെ ഉച്ചരിക്കുക.
ഭഗവാന്റെ കീർത്തനങ്ങളെ കേൾക്കുക, ഭഗവാന്റെ സ്വരൂപങ്ങളെയും ഭക്തന്മാരെയും കാണുക. ഇതൊക്കെ വികാരങ്ങളെ ഉണർത്തുന്നതല്ല, ഉള്ളിൽ വിചാരത്തെ ഉണർത്തുന്നതും വിശ്വസ്വരൂപിയായ ഭഗവാനിൽ ആ ആഗ്രഹം ജനിപ്പിക്കുന്നതും ആസക്തി ഉണ്ടാക്കുന്നതുമാണ്. ഭഗവാനിലുള്ള ആസക്തിയാണ് ഭക്തി എന്ന് പറയുന്ന ആചാര്യന്മാരുടെ പാദങ്ങളിൽ നമുക്ക് നമസ്കരിക്കാം. സത്യത്തിൽ അത് തന്നെയാണ്. വിഷയങ്ങളിലേക്ക് ആസക്തി വരുമ്പോൾ അത് നരകത്തിനും അല്ലെങ്കിൽ ദുഃഖത്തിനും കാരണമാവും. ഇതേ ആസക്തി തന്നെ, ഇതേ മനസ്സിനെ തന്നെ ഭഗവാനിലേക്ക് തിരിച്ചു വയ്ക്കുമ്പോൾ അത് കൂടുതൽ കൂടുതൽ ആസ്വാദ്യകരമായി തീരും എന്ന് അവിടെ പറയുന്നു. അതുകൊണ്ട് ഒരു മാനിനെ പോലെ ഇത്തരത്തിലുള്ള സംഗീതത്തിൽപ്പെട്ട് നശിക്കരുത് എന്ന് ഞാൻ പഠിച്ചു. നൃത്യവാദിത്ര ഗീതാനി ജുഷൻ ഗ്രാമ്യാണി യോഷിതാം ആസാം ക്രീഡനകോ വശ്യ ഋഷ്യശൃംഗോ മൃഗീസുത. അടുത്തതായിട്ട് പറയുകയാണ്, യോഷിതാം ഗ്രാമ്യാണി നൃത്യവാദിത്ര ഗീതാനി. സ്ത്രീകളുടെ കേവലം ഗ്രാമ്യമായിരിക്കുന്ന നിസ്സാരമായിരിക്കുന്ന നൃത്യവാദിത്ര ഗീതാനി, കളി, വാദ്യമേളങ്ങള്, പാട്ട്, ഇതിനെയൊക്കെ ജുഷൻ കേൾക്കുന്നവനായിട്ട് മൃഗീസുത, മൃഗീപുത്രനായിരിക്കുന്ന ഋഷ്യശൃംഗൻ എന്ന മഹർഷി ആസാം ക്രീഡനക വശ്യ ആസീത്, അവരുടെ ഒരു കളിപ്പാട്ടമായി, അധീനനായി, സ്ത്രീകൾക്ക് അധീനനായി മാറി എന്നാണ്. ഇതിനൊരു കാരണം പറയാണ്. ഈ ഗ്രാമ്യഗീതങ്ങൾ കേട്ട് കഴിഞ്ഞാലുള്ള ദോഷം. വൈശാലി എന്ന വളരെ വിഖ്യാതമായ കഥ നമ്മൾ മഹാഭാരതത്തിൽ കേട്ടിട്ടുണ്ട്. അത് തന്നെ ചലച്ചിത്രമായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ ദൃശ്യഭംഗി ആസ്വദിച്ച ആളുകളാണ് നമ്മൾ. പക്ഷെ ഇവിടെ പറയുകയാണ്, ഋഷ്യശൃംഗ മഹർഷി സ്ത്രീകളുടെ പാട്ടും കളിയും അവരുടെ നൃത്തവും ഒക്കെ കേട്ട് രസിച്ച് അവരുടെ ഒരു കളിപ്പാവ എന്നതുപോലെയായി മാറി. മഹാശക്തിമാനും തപസ്വിയുമായിരിക്കുന്ന ഒരാളെ സ്ത്രീകൾക്ക് ഈ ഗ്രാമ്യഗീതങ്ങളിലൂടെ പിടിക്കാനും വശീകരിക്കാനും സാധിച്ചു എന്നുള്ളത് നമ്മളിതാ അറിയണു. ലോമപാദ രാജാവിൻ്റെ രാജ്യത്ത് മഴയില്ലാതെ വന്നപ്പോൾ ഈ ഋഷ്യശൃംഗനെ കൊണ്ടുവന്ന് യാഗം ചെയ്യിക്കാൻ രാജാവ് തൻ്റെ കുലഗുരുവിൻ്റെ താല്പര്യപ്രകാരമാണ് ദേവദാസി സമൂഹത്തിൽപ്പെട്ട വൈശാലിയെ അവിടേക്ക് പറഞ്ഞയക്കുന്നത്. ആ കഥയൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് മനസ്സിൽ രാഗാതിവൃത്തികളെ വർദ്ധിപ്പിക്കുന്ന ഇത്തരം ഗ്രാമ്യഗീതങ്ങളെ, പ്രാകൃതമായിരിക്കുന്ന പാട്ടുകളെ കേൾക്കരുത്. ചെവി നമ്മളെ ആ ദോഷങ്ങളിലേക്ക് കൊണ്ടെത്തിക്കും, നമ്മളെ നരകത്തിലേക്ക് കൊണ്ടെത്തിക്കും. അതുകൊണ്ട് ശ്രോത്രേന്ദ്രിയം കേൾക്കുന്നത് വേണ്ടതുപോലെ ഭഗവാന്റെ നാമങ്ങൾ അല്ലെങ്കിൽ ഉണ്ടാകുന്ന ദോഷത്തെക്കുറിച്ച് പറഞ്ഞു. കണ്ണിന്റെ കാര്യത്തിൽ ഇയാമ്പാറ്റകളുടെ കഥ പറഞ്ഞുവെങ്കിൽ, സ്പർശസുഖത്തിന്റെ കാര്യത്തിൽ ആനയുടെ കഥ പറഞ്ഞുവെങ്കിൽ, ശ്രോത്രേന്ദ്രിയത്തിന്റെ കാര്യത്തിൽ ഇപ്പോ ഇവിടെ ഇതാ മാനിനെ കുറിച്ച് പറയുകയാണ്. അടുത്തതായി രുചിയെ കുറിച്ച് പറയുകയാണ്. രുചിയാണ് പലപ്പോഴും നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് രുചി അറിയാനുള്ള അവയവത്തെ ഈശ്വരൻ വളരെ ഭംഗിയായി ഒതുക്കി അകത്ത് വെച്ചേക്കണത്, അല്ലേ? 2 ഗോപുരങ്ങളും 32 കാവക്കാരും രുചിയെ അറിയുന്ന നാവ് എന്ന മഹാമാന്ത്രികനെ രക്ഷപ്പെടുത്താനായിട്ട് വെച്ചിട്ടുണ്ട്. പക്ഷേ നമ്മൾ ഈ ഗോപുരം എപ്പോഴും തുറന്നു വയ്ക്കുകയും ഈ കാവക്കാരെ ഗൗനിക്കാതെ ഈ മഹാമാന്ത്രികനെ പുറത്തേക്ക് വിടുകയും ചെയ്യും, അല്ലേ? സംസാര ദുഃഖം, സംസാരം, രുചിയുടെ പിന്നാലെ പോയാലുള്ള ദോഷം. അതാണ് ഇവിടെ അടുത്തതായിട്ട് പറഞ്ഞത്. ജിഹ്വയാതി പ്രമാധിന്യ ജനോ രസവിമോഹിത മൃത്യുമൃച്ഛത്യ അസദ്ബുദ്ധിർമീനസ്തു ബഡിശൈര്യഥ. 3 ശ്ലോകങ്ങളെ കൊണ്ടാണ് ഈ നാവിനെ കുറിച്ച് പ്രത്യേകമായിട്ട് പറഞ്ഞത്. രുചി തേടിപ്പോയാലുള്ള അപകടം. ജനഹ, ജനം, അതിപ്രമാധിന്യ ജിഹ്വയ, അത്യധികം ശക്തിയുള്ള നാവ് കൊണ്ട് എന്ന് പ്രത്യേകം പറഞ്ഞു. മറ്റ് ഇന്ദ്രിയങ്ങളെ കുറിച്ച് പറഞ്ഞപ്പോ ഈ അതിപ്രമാധിന്യ എന്ന് ചേർത്തിട്ടില്ല. ഇവിടെ നാവിന്റെ ശക്തിയെ കുറിച്ച് പറയുകയാണ്.
അതിപ്രമാധിന്യ ജിഹ്വയ, ആ നാവുകൊണ്ട് രസവിമോഹിത, രസത്താൽ മോഹിക്കപ്പെട്ടവനായി, അസദ്ബുദ്ധി, ബുദ്ധിയില്ലാത്തവൻ, ബഡിഷൈ മീന തു യഥ, ആ ചൂണ്ടയിൽ മത്സ്യം എന്നതുപോലെ മൃത്യും ഋക്ഷതി, നാശത്തെ പ്രാപിക്കുന്നു. മത്സ്യത്തിൽ നിന്ന് പഠിച്ചതാണ് പിന്നീട് പറഞ്ഞത്. ചൂണ്ടയിൽ കോർത്ത ആ ഇരയെ മോഹിച്ച് മത്സ്യം, എത്രയോ മത്സ്യങ്ങൾ ആ ചൂണ്ടയിൽ കുടുങ്ങിയിരിക്കുന്നു, പക്ഷേ ആലോചനാബുദ്ധി ഇല്ലാത്തവൻ എന്നാണ്. അസദ്ബുദ്ധി, ഒരു യോഗി ബുദ്ധി വേണ്ട പോലെ പ്രയോഗിക്കുന്നവനാണ്. മത്സ്യത്തെ പോലെ ചെയ്യരുത് എന്നാണ്. നാവിനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി രസമുള്ള പദാർത്ഥങ്ങൾ ആഗ്രഹിക്കുന്ന അവിവേകി, ബുദ്ധിയില്ലാത്തവൻ നശിച്ചു പോണു. അതുകൊണ്ടാണ് നാവിനെ ആദ്യം ജയിക്കണം എന്ന് പറയുന്നത്. നാവിനെ ജയിച്ചാൽ മറ്റ് ഇന്ദ്രിയങ്ങളെയൊക്കെ ജയിക്കാൻ വലിയ എളുപ്പമാണെന്ന് പറയുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് നാവ് അതിശക്തമാണ്. ഇത് ഞാൻ പഠിച്ചത് മത്സ്യത്തിൽ നിന്നാണ്. മത്സ്യം ചൂണ്ടയിൽ കുരുങ്ങുന്നു, അതിനെ മുക്കുവൻ പിടിച്ചുകൊണ്ടുപോവുകയും ചെയ്യുന്നു. ഇന്ദ്രിയാണി ജയന്ത്യാശു നിരാഹാരാമനീഷിണ വർജയിത്വാ തുരസനം തന്നിരന്നസ്യ വർദ്ധത്തെ. നിരാഹാരാമനീഷിണ, ഭക്ഷണത്തെ ഉപേക്ഷിക്കുന്ന വിദ്വാൻമാർ, രസനം വർജയിത്വ, നാവിനെ ഒഴിച്ചുള്ള ഇന്ദ്രിയാണി, ഇന്ദ്രിയങ്ങളെ, ആശു ജയന്തി, വേഗത്തിൽ ജയിക്കുന്നു എന്നാണ്. നിരന്നസ്യ, അന്നമില്ലാത്തവന്റെ, തത് വർദ്ധത്തെ, അത് വർദ്ധിക്കുകയും ചെയ്യുന്നു. ഭക്ഷണം ഉപേക്ഷിച്ചാൽ, നേരത്തെ പറഞ്ഞുല്ലോ, നാവിനെ നിയന്ത്രിച്ചാൽ മറ്റ് ഇന്ദ്രിയങ്ങളെയൊക്കെ നിയന്ത്രിക്കാൻ വളരെ എളുപ്പമാണ്. അനായാസമായി മറ്റ് ഇന്ദ്രിയങ്ങളെ മുഴുവൻ ജയിക്കാൻ നമുക്ക് സാധിക്കും എന്ന് കാണിക്കുന്നു. അതുകൊണ്ട് ഭക്ഷണം ഉപേക്ഷിച്ചാൽ മറ്റ് ഇന്ദ്രിയങ്ങളെ ജയിക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ടാണത്രേ ഇന്ദ്രിയ ജയത്തിന് അറിവുള്ള ആളുകൾ ഭക്ഷണത്തെ ഉപേക്ഷിക്കണു. നാവ് എന്ന ഇന്ദ്രിയത്തെ ജയിക്കാൻ പട്ടിണി കിടക്കുന്നത് കൊണ്ട് കഴിയില്ല. ഒരുപക്ഷെ ആഹാരമില്ലാതെയായി കഴിഞ്ഞാൽ മറ്റ് ഇന്ദ്രിയങ്ങളുടെ ശക്തി ക്ഷയിക്കും, നാവിന്റെ രസജ്ഞാന ശക്തി വർദ്ധിക്കുകയും ചെയ്യും. അതുകൊണ്ട് രസത്തിൽ മനസ്സിരുത്താതെ ശരീര നിർവഹണത്തിനുള്ളത് മാത്രം നാവിന് കൊടുക്കുക. നാവിനെ അമിതമായി ലാളിക്കരുത് എന്ന് സാരം. പ്രാണവൃത്തി കൊണ്ട് സന്തോഷിക്കണം എന്ന് കാണിക്കാൻ പറയുകയാണ്. താവത് ജിതേന്ദ്രിയോ നസ്യാദ്വിജിതാന്യേന്ദ്രിയ പുമാൻ ന ജയേൽ രസനം യാവൽ ജിതം സർവം ജിതേ രസേ. വിജിതാന്യേന്ദ്രിയ, മറ്റുള്ള ഇന്ദ്രിയങ്ങളെ ജയിച്ചിട്ടുള്ള പുരുഷൻ, രസനം യാവത് ന ജയേത്, ജിഹ്വയെ എത്ര കാലം ജയിക്കാതിരിക്കുന്നുവോ താവൽ, അത്രയും കാലം, ജിതേന്ദ്രിയ നസ്യാൽ, ഒരിക്കലും ഇന്ദ്രിയങ്ങളെ ജയിച്ചവൻ എന്ന് പറയാൻ സാധിക്കില്ല. രസേ ജിതേ സർവം ജിതം, അതാണ് രസത്തെ, ആ രസനയെ ജയിച്ചു കഴിഞ്ഞാൽ എല്ലാത്തിനെയും ജയിച്ചു എന്ന് പറയാം എന്നാണ്. മറ്റിന്ദ്രിയങ്ങളെ എങ്ങനെയൊക്കെ ജയിച്ചാലും ജിഹ്വേന്ദ്രിയത്തെ ജയിക്കാത്തവൻ ജിതേന്ദ്രിയനല്ല എന്ന് ഉറപ്പിച്ചു പറഞ്ഞു. അതുകൊണ്ട് എന്തു വേണം? നാവിനെ ജയിക്കാൻ തന്നെ ശ്രമിക്കണം. അങ്ങനെയാണെങ്കിലോ, അങ്ങനെയാണെങ്കിൽ എല്ലാത്തിനെയും ജയിച്ചു എന്ന് നമുക്ക് ഉറപ്പിക്കാം എന്ന് സൂചിപ്പിക്കുന്നു. അങ്ങനെ ഭഗവാന്റെ മുമ്പിൽ ഭഗവത് കഥകളെ കേട്ടുകൊണ്ടിരിക്കുന്ന ഉദ്ധവൻ, ഭഗവാൻ ഈ ദത്താത്രേയൻ എന്ന അവധൂതൻ പറഞ്ഞ വാക്കുകളെ പറഞ്ഞ് അവിടെ നമ്മൾ കാണുന്നു. മധുഹ, ഹരിണോ, മീന, 3 ഗുരുനാഥന്മാരെയാണ് ഇന്ന് പ്രത്യേകമായിട്ട് പറഞ്ഞത്. തേനെടുക്കുന്ന ആള്, മാൻ, മത്സ്യം. തേനെടുക്കുന്നവനിൽ നിന്ന് കൂട്ടിവെക്കരുത്, അല്ലെങ്കിൽ കൂട്ടിവെച്ചത് അവർക്ക് അനുഭവിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് ഒരു യതി, സന്യാസി കിട്ടുന്നത് കൊണ്ട് സന്തോഷിക്കണം, ഒരിക്കലും അതിനുവേണ്ടി പ്രവർത്തിക്കരുത് എന്ന് കാണിച്ചു. പിന്നെ ഹരിണഹ, മാനിൽ നിന്ന് പഠിച്ചത് എന്താ? ഗ്രാമ്യഗീതങ്ങൾ കേൾക്കരുത് എന്ന് പഠിച്ചു. ഋഷ്യശൃംഗന്റെ ഉദാഹരണവും അവിടെ പറഞ്ഞു. പിന്നീട് പറഞ്ഞതാണ് ആ ജിഹ്വയെ ജയിക്കണം എന്നുള്ളത്, നാവിനെ ജയിക്കേണ്ടത്.
അപ്പൊ ഇവിടെ പറഞ്ഞു രസേജിതേ സർവം ജിതം എന്നാണ്. യാവജ്ജിതം സർവം ജിതേ രസേ എന്ന് വെച്ചാൽ നാവിനെ ജയിച്ചാൽ എല്ലാത്തിനെയും ജയിക്കാൻ സാധിച്ചു. നാവിനെ ജയിച്ചില്ലെങ്കിൽ ഒരാൾ ജിതേന്ദ്രിയനായി എന്ന് പറയാൻ സാധിക്കില്ല എന്നും പറയും. അടുത്തതായി പറഞ്ഞു പിങ്കളാനാമവേശ്യാസിൽ വിദേഹ നഗരേ പുരാ തസ്യാമേ ശിക്ഷിതം കിഞ്ചിൽ നിബോധ നൃപനന്ദന. ഹേ നൃപനന്ദന, യദുമഹാരാജാവേ, രാജപുത്ര, ഇനി ഞാൻ പറയാൻ പോണത് പുരാ വിദേഹ നഗരേ, പണ്ട് വിദേഹ രാജ്യത്തിൽ പിങ്കളാനാമ വേശ്യാസ്ത്രീ, പിങ്കള എന്നു പേരുള്ള ഒരു വേശ്യാസ്ത്രീ ഉണ്ടായിരുന്നു, ആസീത്. തസ്യ കിഞ്ചിൽ മേ ശിക്ഷിതം നിബോധ, അവളിൽ നിന്ന് ശ്രേഷ്ഠമായ ഒന്ന് എന്നാൽ അഭ്യസിക്കപ്പെട്ടു, ഞാൻ പഠിച്ചു, അത് കേട്ടോളൂ എന്നാണ്. പിങ്കള എന്ന വേശ്യാസ്ത്രീയിൽ നിന്ന് പോലും എനിക്ക് പഠിക്കാനുണ്ടായിരുന്നു. അതുകൊണ്ട് ആ പിങ്കള എന്ന വേശ്യയും എൻ്റെ ഗുരുനാഥയാണ് എന്ന് പറയുകയാണ്. ഇവിടെ തുടക്കത്തിൽ 7-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കേട്ടു, ഈ ദത്താത്രേയൻ പറഞ്ഞു തുടങ്ങിയത് പൃഥിവി വായുരാകാശ ആപോഗ്നിശ്ചന്ദ്രമാരവി കപോത അജഗര സിന്ധു പതംഗോ മധുഗജ മധുഹ ഹരിണോ മീന പിങ്കള കുരരോദ്ഭക കുമാരി ശരകൾ സർപ്പ ഊർണനാഭി സുപേശകൾ എന്നുള്ള ഗുരുനാഥന്മാരെ, അതിൽ 7-ാമത്തെ അധ്യായത്തിൽ 8 ഗുരുനാഥന്മാരെ കുറിച്ച് പറഞ്ഞു. ഭൂമി, വായു, ആകാശം, ജലം, അഗ്നി, ചന്ദ്രൻ, സൂര്യൻ, കപോതം അല്ലെങ്കിൽ മാടപ്രാവ്. അതിനുശേഷം ആ പെരുമ്പാമ്പ്, സമുദ്രം, പാറ്റ, വണ്ട്, ആന, തേനെടുക്കുന്നവൻ, മാൻ, മത്സ്യം, പിങ്കള. 9 ഗുരുനാഥന്മാരെ കുറിച്ച്. ഇപ്പൊ ഇവിടെ 9 8 17 ഗുരുനാഥന്മാര് ആവുകയാണ്. അതിൽ അപ്പൊ 17-ാമത്തെ ഗുരുനാഥയായിട്ടാണ് പിങ്കള എന്ന വേശ്യാസ്ത്രീയെ കാണുന്നത്. ആ വേശ്യാസ്ത്രീയിൽ നിന്ന് ഞാൻ എന്തു പഠിച്ചു, അതാണ് പിന്നീട് ദത്താത്രേയൻ പറഞ്ഞു കൊടുത്തത്. ആ ഭാഗങ്ങൾ നമുക്ക് നാളെ അനുസ്മരിക്കാം. ഭഗവാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി ഇന്നിപ്പോ 22-ാമത്തെ ശ്ലോകത്തോടുകൂടി സമർപ്പിക്കുന്നു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ. ഞങ്ങൾ രതിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരതിയുണ്ടാവാൻ ആഹരിപാദേ രതിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. ശ്രീമദ്ഭാഗവതം പുണ്യം പാവനമാം ഗ്രന്ഥം, ശ്രീശുകമാമുനി പാടിയ ഗീതം നൽകുന്നു മുക്തി, സതതം നൽകിയിടും ഭക്തി. പാപികളെന്നാലും നിത്യം രക്ഷിക്കും ഗ്രന്ഥം, പരമാനന്ദ സുധാരസമയമി ഹരിലീലാസാരം, നിത്യം വേദത്തിൻ സാരം. വൈരാഗ്യം, ജ്ഞാനം, ഭക്തി എന്നിവ നൽകിയിടും, വൈകല്യങ്ങൾ തീർത്തിടുന്നൊരു സുന്ദരമാം ഗീതം, നിത്യം നൽകും കൈവല്യം. കലിമലമഥനി പാപവിനാശിനി സതതം സേവയ ചെയ്യുന്നോർക്കോ സുഖകാരിണി ഗ്രന്ഥം, നിത്യം നൽകും സായുജ്യം.
ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാൻ. ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാൻ. ആഹരിപാദേ രതിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരാധിക്കുന്നു. ഞങ്ങൾ ആരതിയൊഴിയുന്നു കണ്ണ ആരാധിക്കുന്നു. രാധാരമണ മുകുന്ദ മുരാരേ ശരണം മേ തവ ചരണയുഗം. പവനപുരേശ രാധാ കൃഷ്ണ ശരണം മേ തവ ചരണയുഗം. മീനായി മണ്ണിൽ പിറന്നൊരു ദേവ ശരണം മേ തവ ചരണയുഗം. കച്ഛപരൂപമെടുത്തൊരു ദേവ ശരണം മേ തവ ചരണയുഗം. സൂകരഭാവമണിഞ്ഞൊരു ദേവ ശരണം മേ തവ ചരണയുഗം. നരഹരി രൂപമെടുത്തൊരു നാഥ ശരണം മേ തവ ചരണയുഗം. വാമനനായി വിളങ്ങിയ ദേവ ശരണം മേ തവ ചരണയുഗം. ഭാർഗവരാമനതായൊരു ദേവ ശരണം മേ തവ ചരണയുഗം. ദശരഥനന്ദനായൊരു ദേവ ശരണം മേ തവ ചരണയുഗം. ബലമേറുന്നൊരു രാമനാഥ ശരണം മേ തവ ചരണയുഗം. ദേവകി നന്ദന വസുദേവാത്മജ ശരണം മേ തവ ചരണയുഗം. യശോദതനയാ സുന്ദര രൂപ ശരണം മേ തവ ചരണയുഗം. ദ്വാരകവാസാരുക്മിണികാന്ത ശരണം മേ തവ ചരണയുഗം. കലികാലത്തിൽ കൽക്കിയും നീയേ ശരണം മേ തവ ചരണയുഗം. രാധാരമണ മുകുന്ദ മുരാരേ ശരണം മേ തവ ചരണയുഗം. പവനപുരേശ രാധാ കൃഷ്ണ ശരണം മേ തവ ചരണയുഗം. ചോറ്റാനിക്കര വാഴും ദേവി ശരണം മേ തവ ചരണയുഗം. സാംബ സദാശിവ ശംഭോ ശങ്കര ശരണം മേ തവ ചരണയുഗം. ഹരിഹരപുത്ര ആശ്രിതമിത്ര ശരണം മേ തവ ചരണയുഗം. സദ്ഗുരുനാഥ ഗുണപരിപൂർണ ശരണം മേ തവ ചരണയുഗം. മൂഷിക വാഹന മോദകഹസ്ത ശരണം മേ തവ ചരണയുഗം. ഭക്തജനപ്രിയ ഭാഗവത പ്രിയ ശരണം മേ തവ ചരണയുഗം. രാധാരമണ മുകുന്ദ മുരാരേ ശരണം മേ തവ ചരണയുഗം. ഗുരുപവനപുരേശ രാധാകൃഷ്ണ ശരണം മേ തവ ചരണയുഗം. യദക്ഷരപദഭ്രഷ്ടം മാത്രാഹീനം തു യദ്ഭവേൽ തത്സർവം ക്ഷമ്യതാം ദേവ നാരായണ നമോസ്തുതേ. വിസർഗബിന്ദുമാത്രാണി പദപാദാക്ഷരാണി ച ന്യൂനാനി ചാതിരിക്താനി ക്ഷമസ്വ പുരുഷോത്തമ. മന്ത്രഹീനം ക്രിയാഹീനം ഭക്തിഹീനം ജനാർദ്ദന യൽപൂജിതം മയാ ദേവ പരിപൂർണം തദസ്തു തേ. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി
സമർപ്പയാമി. സ്വസ്തി പ്രജാഭ്യഃ പരിപാലയന്താം ന്യായേന മാർഗേണ മഹീം മഹീഷാ. ഗോബ്രാഹ്മണേഭ്യഃ ശുഭമസ്തു നിത്യം. ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. ലോകാഃ സമസ്താഃ സുജനാ ഭവന്തു. ലോകാഃ സമസ്താഃ ത്വൽഭക്തിരതാ ഭവന്തു. സർവേ ഭവന്തു സുഖിനഃ. സർവേ സന്തു നിരാമയാം. സർവേ ഭദ്രാണി പശ്യന്തു. മാ കശ്ചിൽ ദുഃഖഭാഗ് ഭവേൽ. അസതോ മാ സദ്ഗമയ. തമസോ മാ ജ്യോതിർഗമയ. മൃത്യോർമാ അമൃതം ഗമയ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം.